ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഇന്ന് നമുക്കൊരു കട്ട്ലറ്റ് ഉണ്ടാക്കി നോക്കാം കേട്ടോ. ഈസി ആയിട്ട് എങ്ങനെ ഒരു കട്ട്ലറ്റ് ഉണ്ടാക്കാവുന്ന ഒരു ചെറിയൊരു റെസിപ്പിയാണ് കേട്ടോ ഇത് നമ്മളെപ്പോഴും നോമ്പിനും അല്ലെങ്കിൽ ഈവനിങ് സ്നാക്കൊക്കെ ആയിട്ടൊക്കെ നമ്മളെപ്പോഴും ഉണ്ടാക്കുന്ന ഒരു സ്നാക്കാണ് കേട്ടോ നമ്മുടെ വീട്ടിൽ. അപ്പോൾ എല്ലാവർക്കും തന്നെ ഈ ഒരു കട്ട്ലറ്റ് നല്ല ഇഷ്ടമാണ്. അപ്പോൾ നമുക്കിതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. ആദ്യം തന്നെ അതിന് വേണ്ടിയിട്ട് 3 വലിയ സബോളയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അത് ഞാൻ ഈ പ്രീതിയുടെ സോഡിയാക് മിക്സിയിലിട്ടിട്ട് ഒന്ന് കുനുകുനാന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് കൈവച്ച് കട്ട് ചെയ്യാൻ അങ്ങനെയാണ് താല്പര്യം എന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് കട്ട് ചെയ്യാവുന്നതാണ്. ഞാനിപ്പോൾ എൻ്റെ കയ്യിൽ ഈ ഒരു മിക്സിയുടെ ജാർ ഉള്ളത് കൊണ്ടാണ് കേട്ടോ ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഇതാകുമ്പോൾ നമുക്ക് നല്ല ഈസി ആയിട്ട് തന്നെ എളുപ്പത്തിൽ കട്ട് ചെയ്തെടുക്കുകയും ചെയ്യാം. അതുപോലെ കണ്ണിൽ നിന്ന് വെള്ളം വരിക അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളൊന്നുമില്ല കേട്ടോ. ഈ ഒരു മിക്സി ഞാൻ യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട് ഒരു 7 വർഷമായിട്ടുണ്ട് കേട്ടോ. ഇപ്പോഴും ഇതിന് ഒരു കംപ്ലയിൻസോ കാര്യങ്ങളൊന്നുമില്ല. അതിലിടയ്ക്ക് ഒരു ചെറിയൊരു കംപ്ലയിൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു. അത് ശരിയാക്കിയതിന് ശേഷം പിന്നെ വേറെ കംപ്ലയിൻസ് ഒന്നും ഈ ഒരു മിക്സിക്ക് ഇല്ല കേട്ടോ. നല്ലൊരു സൂപ്പറായിട്ടുള്ളൊരു മിക്സിയാണ്. അപ്പോൾ ഇതിലിതുപോലെ നന്നായിട്ട് കുനുകുനാന്ന് കട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു സമയം കൊണ്ട് നമുക്ക് ഗ്യാസ് ഓണാക്കിയിട്ടുണ്ട്. നല്ല ചട്ടി ചൂടായി വന്നതിന് ശേഷം ഞാനിവിടെ എടുത്തിട്ടുള്ളത് തവിയുടെ എണ്ണയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ഓയിലാണെന്നുണ്ടെങ്കിൽ അത് യൂസ് ചെയ്യാവുന്നതാണ്. ഞാനിതിന് വെളിച്ചെണ്ണ ഉപയോഗിക്കാറില്ല കേട്ടോ. ഞാൻ എല്ലാത്തിനും തവിയുടെ എണ്ണയാണ് യൂസ് ചെയ്യാറുള്ളത്. വെളിച്ചെണ്ണ അല്ലെങ്കിൽ തവിയുടെ എണ്ണയാണ് ഞാനിവിടെ എപ്പോഴും യൂസ് ചെയ്യാറുള്ളത്. അപ്പോൾ ഇതിന് അതായത് കട്ട്ലറ്റ് അങ്ങനെയുള്ള കുറച്ച് സ്നാക്സ് ഒക്കെ ഉണ്ടാക്കുമ്പോൾ വെളിച്ചെണ്ണ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ അതിന് ഒരു ടേസ്റ്റ് ഉണ്ടാവില്ലല്ലോ. അപ്പോൾ ഇതിൽ ആ ഒരു എണ്ണ മാത്രമാണ് ഞാൻ യൂസ് ആക്കാറുള്ളൂ കേട്ടോ. ഇനിയിപ്പോൾ ഇതിലോട്ട് കുറച്ച് ചെറിയ ജീരകമാണ് കേട്ടോ ഞാൻ ഇട്ട് കൊടുക്കുന്നത്. വലിയ ജീരകമല്ല, ചെറിയ ജീരകം ഇട്ട് കൊടുക്കേണ്ടത്. കുറച്ച് മാത്രം, ഒരു നുള്ളു മാത്രം ചെറിയ ജീരകം ഇട്ട് കൊടുക്കുക കേട്ടോ. എന്നിട്ട് അത് നന്നായി ചൂടായിട്ട് വരുമ്പോൾ നമ്മൾ നേരത്തെ തന്നെ കട്ട് ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുള്ള നമ്മുടെ സബോള ഇതിലോട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ. നന്നായിട്ടൊന്ന് വഴന്ന് വരട്ടെ. അതുവരെ നമുക്കൊന്ന് മൂടി വയ്ക്കാം. സവോള എപ്പോഴും വേഗം വെന്ത് കിട്ടാനായിട്ട് നമ്മളതിലോട്ട് ഉപ്പ് ചേർത്ത് കൊടുക്കാറുണ്ടല്ലേ. അതുപോലെ ഞാനിതിലൊരു 1.5 സ്പൂണ് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഉപ്പ് കൂടി ചേർത്ത് കൊടുത്ത് നന്നായി ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്കിതിനെ ഒന്ന് മൂടി വയ്ക്കാം. ഒരു 2 മിനിറ്റോളം നന്നായിട്ടൊന്ന് വഴന്ന് വരുന്നവരെയും ഇതൊന്ന് മൂടി വയ്ക്കണം കേട്ടോ. അതൊന്ന് വെന്ത് വരട്ടെ. ആ ഒരു സമയം കൊണ്ട് നമുക്ക് ബാക്കി കാര്യങ്ങളും കൂടി ചെയ്യാം. അപ്പം ഞാനിവിടെ നേരത്തെ തന്നെ ഒരു 150 ഗ്രാം ചിക്കൻ്റെ ബ്രസ്റ്റ് പീസിനെ ഇതുപോലെ ഉപ്പും കുരുമുളക് പൊടിയും മാത്രം ഇട്ടിട്ട് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിനെയും കൂടി നമുക്ക് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് യൂഷ്വലി ഞാൻ ചോപ്പറാണ് യൂസ് ചെയ്യാറുള്ളത്. സാധാരണ നമ്മൾ കൈകൊണ്ട് വലിച്ച് ആക്കണ ആ ചോപ്പറില്ലേ, അതാണ് യൂസ് ആക്കൽ. അതും അല്ലെങ്കിൽ മിക്സിയുടെ ജാറിലിട്ടിട്ട് ഒന്ന് അടിച്ചെടുത്താലും മതിയാവും. അങ്ങനെ ആകുമ്പോഴും നമുക്ക് ചെറിയ ചെറിയ പീസായിട്ട് കിട്ടും. അപ്പോൾ ഇതേതെങ്കിലും ഒന്ന് ചെയ്താൽ മതിയാവും കേട്ടോ. ഒരുപാട് അരഞ്ഞു പോരുത്, ഇങ്ങനെ കുറച്ച് നമുക്ക് കടിക്കാനായിട്ട് കിട്ടണം. ആ ഒരു ടെക്സ്ചറിൽ വേണം കേട്ടോ ഇതിനെ ആക്കിയെടുക്കാനായിട്ട്. ഇപ്പോൾ ഇത് കറക്റ്റ് ഒരു ടെക്സ്ചർ ആയിട്ടുണ്ട്. ഇനി നമുക്ക് ആ ഒരു സമയം കൊണ്ട് നമ്മുടെ പൊട്ടേറ്റോ കൂടി വേവിച്ചെടുക്കാം. ഞാനിവിടെ 3 പൊട്ടേറ്റോസാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അതുകൂടി നന്നായിട്ട് വേവിച്ച് കൊടുക്കുക. പൊട്ടേറ്റോ വേവിച്ച് കൊടുക്കുമ്പോൾ അതിലോട്ട് ഞാൻ ഉപ്പിട്ട് കൊടുത്തിട്ടില്ല. കാരണം നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഞാനിവിടെ ഒണിയനിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് ഒണിയനും കൂടി നന്നായിട്ട് ഇതുപോലെ നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു സമയത്ത് നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ള ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനി ഇതുകൂടി നന്നായിട്ട് പച്ചമണം ഒന്ന് മാറി കിട്ടുന്നത് വരെ നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഇതുകൂടി ഒന്ന് മൂടി വയ്ക്കുക കേട്ടോ. ഒരു 2-3 മിനിറ്റ് കഴിഞ്ഞാൽ നമ്മുടെ ഇഞ്ചിൻ്റെ വെളുത്തുള്ളിൻ്റെയൊക്കെ ഒരു പച്ചമണം മാറിയിട്ടുണ്ട്. ആ ഒരു സമയത്ത് നമുക്ക് നമ്മുടെ മസാലപ്പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഒരു 1/2 സ്പൂണോളം മഞ്ഞൾപ്പൊടി, അതുപോലെ തന്നെ ഒരു 3/4 സ്പൂണ് മുളക് പൊടി എന്നിവ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതൊരു 2 മിനിറ്റ് നേരം നമുക്കിതൊന്ന് അടച്ച് വെക്കണം കേട്ടോ. കാരണം ഇതിൻ്റെ പച്ചമണം ഒക്കെ ഒന്ന് മാറണം. അതുവരെ നമ്മളതൊന്ന് അടച്ച് വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കണം കേട്ടോ. അതിനുശേഷം നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള, അതായത് പൊടിച്ചെടുത്തിട്ടുള്ള നമ്മുടെ ചിക്കൻ്റെ പീസും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കണം കേട്ടോ. എന്നിട്ട് ഇതിനെല്ലാം കൂടിയിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുത്ത് മാറ്റി വയ്ക്കുക. ആ സമയം കൊണ്ട് നമ്മുടെ പൊട്ടാറ്റോ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. അതിനെ വെള്ളമൊക്കെ ഒന്ന് ഊറ്റി കളഞ്ഞിട്ട് ഇതുപോലെ ഒന്ന് ഉടച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഇത് നന്നായിട്ട് ഉടഞ്ഞ് കിട്ടിയിട്ടുണ്ട്. നല്ല ചൂട്ടോടുക്കനെ വേണം കേട്ടോ നമ്മളിത് മാഷ് ചെയ്തെടുക്കാനായിട്ട്. എന്നാൽ മാത്രമാണ് നമുക്ക് നന്നായിട്ടിത് ഉടഞ്ഞ് കിട്ടുള്ളൂ. അപ്പോൾ ഈ ഒരു സമയത്ത് നമുക്ക് നമ്മുടെ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള മിക്സിലോട്ട് നമ്മുടെ ഈ ഒരു പൊട്ടാറ്റോ മാഷും കൂടി ഇട്ട് കൊടുക്കാവുന്നതാണ് കേട്ടോ. അതിനുശേഷം ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഈ ഒരു സമയത്ത് നമുക്ക് ഉപ്പ് ഇത്തിരി കൂടി വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ എൻ്റെ ഈ ഒരു അളവ് കറക്റ്റായിരുന്നു. കറക്റ്റ് 1.5 സ്പൂണ് ഉപ്പ് കറക്റ്റായിരുന്നു. അത് കാരണം കൊണ്ട് ഞാൻ എക്സ്ട്രാ ഒന്നും ചേർത്ത് കൊടുത്തിട്ടില്ല. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു സമയത്ത് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി ഇതിലോട്ട് കുറച്ച് മല്ലിയില ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് അതുകൂടി ഇട്ട് കൊടുക്കുക കേട്ടോ. മല്ലിയിലയും കറിവേപ്പിലയും എല്ലാം ഇട്ട് കൊടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഇവിടെ മല്ലിയില മാത്രമാണ് ചേർത്ത് കൊടുക്കണുള്ളൂ. നിങ്ങൾക്ക് കറിവേപ്പില ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാവുന്നതാണ്.
ഇനി അവസാനമായിട്ട് ഇതിലോട്ട് ചേർത്ത് കൊടുക്കേണ്ടത് ബ്രെഡ് ക്രംസ് ആണ്. നേരത്തെ തന്നെ ഞാൻ ബ്രെഡിനെ പൗഡറാക്കി എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. മിക്സിയുടെ ജാറിലിട്ടിട്ട് നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു ബ്രെഡ് ക്രംസിൻ്റെ 2 സ്പൂണ് മാത്രം ഇതിലോട്ട് ചേർത്ത് കൊടുക്കുക. അങ്ങനെയാണെങ്കിലാണ് നമുക്ക് ശരിക്ക് റെസ്റ്റോറൻറ്റ് സ്റ്റൈൽ അല്ലെങ്കിൽ ഹോട്ടലിൽ നിന്നൊക്കെ നമ്മൾ കഴിക്കുമ്പോൾ ആ ഒരു ടേസ്റ്റ് നമുക്ക് ഫീൽ ചെയ്യുള്ളൂ. അപ്പോൾ അതുകൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ട് ഇതിനെ മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് ബോൾ പോലെ ആക്കിയിട്ട് കറക്റ്റ് നമ്മുടെ കട്ട്ലറ്റിൻ്റെ ഷേപ്പാക്കി എടുക്കാം. ഇപ്പം ഞാനിവിടെ ഒരു പരന്ന ബൗളിൽ 2 മുട്ട എടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിന് നന്നായിട്ടൊരു ഫോർക്ക് വെച്ചിട്ടോ അല്ലെങ്കിൽ വിസ്കർ വെച്ചിട്ടോ നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് യൂഷ്വലി നമുക്ക് വേണമെങ്കിൽ നമ്മുടെ മിക്സിയിലിട്ടൊന്ന് അടിച്ചെടുത്താലും മതിയാവും. അങ്ങനെയല്ലാന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഒന്ന് ബീറ്റ് ചെയ്തെടുത്താലും മതി കേട്ടോ. ഇനി ഇതൊരു സൈഡിലോട്ട് മാറ്റി വയ്ക്കുക. അതിനോടൊപ്പം തന്നെ വേറൊരു പ്ലേറ്റിൽ നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്ന ബ്രെഡ് ക്രംസും മാറ്റി വയ്ക്കുക. അതുപോലെ തന്നെ വേറൊരു പ്ലേറ്റും കൂടി മാറ്റി വയ്ക്കുക കേട്ടോ. പ്ലെയിൻ പ്ലേറ്റ് നമ്മുടെ കട്ട്ലേറ്റ് എഗ്ഗിൽ മുക്കി അതുപോലെ ബ്രെഡ് ക്രംസിൽ മുക്കി പിന്നെ നമുക്ക് മാറ്റി വെക്കാനായിട്ടാണ് കേട്ടോ ഈ ഒരു പ്ലേറ്റ് മാറ്റി വെക്കുന്നത്. ഇനി നമ്മുടെ കയ്യിലോട്ട് കുറച്ച് ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ വെള്ളം ആക്കി കൊടുത്താലും മതിയാവും. അപ്പം ഞാനിവിടെ ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ഓരോ കട്ട്ലറ്റിനെയും ഇതുപോലെ ബോളാക്കിയിട്ട് ജസ്റ്റ് ഇതുപോലെ ഒന്ന് പരത്തി വെച്ച് കൊടുക്കുക കേട്ടോ. അതെ, ഇങ്ങനെയാണ്, ഈ ഒരു ഷേപ്പിലാണ് കേട്ടോ നമുക്ക് ചെയ്യേണ്ടത്. ഇനിയിപ്പോൾ അല്ല നിങ്ങൾക്ക് ഇഷ്ടമുള്ള വേറെ ഷേപ്പിലൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല. നമുക്ക് കട്ട്ലറ്റിൻ്റെ സാധാരണ ഒരു ഷേപ്പ് ആ ഒരു സർക്കിളിൽ ഒന്നിങ്ങനെ പരത്തിയിരിക്കുന്ന ഷേപ്പാണല്ലോ. അപ്പോൾ ആ ഒരു ഷേപ്പിലാണ് കേട്ടോ ഞാനിവിടെ ചെയ്ത് വെക്കുന്നത്. അപ്പോൾ കുറച്ചെണ്ണം ഞാനിത് ആദ്യം തന്നെ ഇങ്ങനെ ഒന്ന് ഷേപ്പാക്കി എടുത്തതിന് ശേഷമാണ് കേട്ടോ ഈ എഗ്ഗിലും ബ്രെഡ് ക്രംസിലൊക്കെ മുക്കിയെടുക്കണുള്ളൂ. ഇപ്പോൾ ഇതേ ഞാൻ കയ്യിൽ ഒരു ബോള് ആക്കി എടുത്തിട്ടുണ്ട്. ഇനി ആ കയ്യിൽ ഒരു കൈ കൊണ്ട് മാത്രം നമ്മുടെ എഗ്ഗിൽ ജസ്റ്റ് ഒന്ന് ആക്കി കൊടുക്കുക. എന്നതിന് ശേഷം നമ്മുടെ ബ്രെഡ് ക്രംസിലേക്ക് ഇട്ട് കൊടുത്ത് മറ്റേ കൈ കൊണ്ട് നന്നായിട്ട് കോട്ട് ചെയ്തെടുക്കുക കേട്ടോ. ഇനി ഈ കൈ അതിലോട്ട് തൊടരുത്, ഒരു കൈ കൊണ്ട് മാത്രം അങ്ങനെ ചെയ്യുക. എന്നിട്ട് അതിന് ശേഷം നമുക്ക് ഈ ഒരു പ്ലേറ്റിലോട്ട് മാറ്റി വെക്കുക കേട്ടോ. നന്നായിട്ട് ബ്രെഡ് ക്രംസ് മുക്കിയെടുക്കണം കേട്ടോ. 2-3 തവണയൊക്കെ ചിലവർ അങ്ങനെ മുക്കിയെടുക്കാറുണ്ട്, 1-2 തവണയൊക്കെ. പക്ഷേ ഞാനിവിടെ ഒറ്റ പ്രാവശ്യം മാത്രമേ ചെയ്യാറുള്ളൂ കേട്ടോ. ഒരുപാട് തവണ ചെയ്യുമ്പോൾ ആ ഒരു ടേസ്റ്റ് നഷ്ടപ്പെടുന്നതായിട്ട് എനിക്ക് തോന്നാറുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ എപ്പോഴും ഇങ്ങനെയാണ് ചെയ്യാറുള്ളൂ. ഒരു തവണ എഗ്ഗിലൊന്ന് മുക്കി കൊടുക്കും, അതിന് ശേഷം ഡയറക്റ്റ് ബ്രെഡ് ക്രംസിലേക്ക് ആക്കി കൊടുക്കും കേട്ടോ. ഇനിയിപ്പോൾ പ്രത്യേകിച്ച് പരിപാടികളൊന്നുമില്ല. നേരെ നമ്മുടെ ചട്ടിയിലോട്ട് ഓയിൽ ഒഴിച്ചു കൊടുക്കുക. അതിന് മുകളിലായിട്ട് നന്നായിട്ട് എണ്ണ ചൂടായിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിലോട്ട് നമ്മുടെ കട്ട്ലറ്റ് ഓരോന്നായിട്ട് അപ്പുറം ഇപ്പുറം നന്നായി തിരിച്ചു മറിച്ചു ഇട്ടിട്ട് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കുക. കട്ട്ലറ്റ് ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ എണ്ണ നന്നായി ചൂടായതിന് ശേഷം മാത്രം നമ്മുടെ ഓരോ കട്ട്ലറ്റും ഇട്ട് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇല്ലയെന്ന് വെച്ചാൽ നല്ല കട്ട്ലറ്റിൽ എണ്ണ കുടിച്ചെടുക്കും കേട്ടോ. അപ്പോൾ ഇത് നന്നായിട്ട് നമ്മുടെ കട്ട്ലറ്റെല്ലാം നല്ല മുരിഞ്ഞ് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഈ ഒരു സമയത്ത് നമുക്ക് ഇതിനെ സെർവ് ചെയ്യാം. അപ്പോൾ ഇതേ ഞാനൊരു പാത്രത്തിലോട്ട് ഒരു ടിഷ്യൂ പേപ്പർ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി അതിന് മുകളിലായിട്ട് നമ്മുടെ ചൂടുള്ള ഓരോ കട്ട്ലറ്റിനെയും ഇതുപോലെ നന്നായിട്ട് ചന്തത്തിലിങ്ങനെ ഡെക്കറേറ്റ് ചെയ്ത് വെച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതുപോലുള്ള വീഡിയോസിനായിട്ട് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ബൈ.